നമസ്കാരം. ലോകത്തെ ആശങ്കയിലാക്കി റിഫൈനറികൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. സൗത്ത് പാർസ് ഓഫ്ഷോർ പ്രകൃതിവാതക പാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ എണ്ണ സമ്പത്തുകൾ ആക്രമിക്കുന്നത് ഇറാൻ തുടരുകയാണ്. കുവൈത്തിലെ മിന അൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയാണ് ഇറാൻ തുടർച്ചയായി ആക്രമിച്ചത്. വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിന് പുറമെ ഈദുൽ ഫിത്തർ ദിനത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. പ്രതിദിനം ഏകദേശം 7,30,000 ബാരൽ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള മിന അൽ അഹമ്മദി റിഫൈനറി വ്യാഴാഴ്ചയിലെ ആക്രമണത്തിൽ തന്നെ സാരമായി നാശം നേരിട്ടിരുന്നു. ഈ സംഭവത്തിൽ തീയണക്കൽ നടപടി ഉൾപ്പെടെ തുടരുന്നതിനിടയിലാണ് തുടരാക്രമണം. പേർഷ്യൻ ഗൾഫിലെ എണ്ണ സമ്പന്നമായ ചെറിയ രാജ്യമായ കുവൈറ്റിലെ 3 എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണിത്. പശ്ചിമേഷ്യൻ സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ ഗൾഫ് മേഖലയിലെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഇറാന്റെ നടപടി. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ വലിയ സൗത്ത് പാർസ് ഓഫ്ഷോർ പ്രകൃതിവാതക പാടത്ത് ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഗൾഫ് അറബ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം ശക്തമാക്കിയത്. ഖത്തറിലെ ഊർജ്ജ വ്യവസായ മേഖലയായ റാസ് ലഫാനിന് നേരെയും ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ആക്രമണം സാരമായി ബാധിച്ച ഖത്തറിലെ LNG ഉൽപ്പാദനം പഴയ നിലയിലാകാൻ മാസങ്ങളെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ LNG കയറ്റുമതിയെ 5 വർഷത്തേക്കെങ്കിലും ആക്രമണം ബാധിക്കും. വാർഷിക വരുമാനത്തിൽ $2,000 കോടി നഷ്ടമുണ്ടാകുമെന്നും ഖത്തർ എനർജി സിഇഒയും ഊർജ്ജ സഹമന്ത്രിയുമായ സാദ് അൽ ഖാബി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നാണ് മിന അൽ അഹമ്മദി. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം നീക്കങ്ങളെ രാജ്യാന്തര സമൂഹം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയതായും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്നും കുവൈത്ത് അറിയിച്ചു. കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ മിന അൽ അഹമ്മദി, മിന അബ്ദുള്ള റിഫൈനറികൾ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഓപ്പറേറ്റിംഗ് യൂണിറ്റുകളിലാണ് തീപിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അടിയന്തര ദ്രുത പ്രതികരണ സംഘങ്ങൾ ഉടനടി ഇടപെട്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചുവെന്നുമാണ് കുവൈത്ത് വ്യക്തമാക്കിയത്. ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സംഘങ്ങൾ വൈകാതെ വിജയകരമായി തീ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈത്ത് ഫയർഫോഴ്സ് അറിയിച്ചു. അടിയന്തര സംഘങ്ങൾ സ്ഥലത്തെത്തിയ ഉടൻ തന്നെ പ്രതികരിക്കുകയും 2 തീപിടുത്തങ്ങൾ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തതായി കുവൈത്ത് പബ്ലിക് ഫയർഫോഴ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബദർ ഇബ്രാഹിം പറഞ്ഞു. റിഫൈനറി യൂണിറ്റുകളിലെ തീപിടുത്തങ്ങളെ തുടർന്ന് KNPCയുമായി സഹകരിച്ച് വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിച്ചു വരികയാണെന്ന് പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി അറിയിച്ചു. സ്ഥിതിഗതികൾ സ്ഥിരമാണെന്നും വ്യക്തമാക്കി. റിഫൈനറിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ വായു മലിനീകരണ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ വിശകലനത്തിൽ ഉയർന്ന അളവുകൾ കണ്ടെത്തിയില്ലെന്ന് EPA ആക്ടിംഗ് ഡയറക്ടർ ജനറൽ നോഫ് ബെഹ്ബഹാനി പറഞ്ഞു. അതിനിടെ ഇറാന്റെ എണ്ണവാത പാടങ്ങൾ ആക്രമിച്ചത് തനിച്ചാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രായേലിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഹൈഫയിലെ പ്ലാനിലാണ് മിസൈൽ പതിച്ചത്. ഇസ്രായേലിലെ ഗാർഹിക ഇന്ധന വിതരണത്തിന്റെ 50% ഇവിടെ നിന്നാണ് നൽകി വരുന്നത്. ആക്രമണത്തിൽ ആളപായമില്ലെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു. ഹൈഫയിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ എന്നതുപോലെ ആക്രമണം തുടരുമെന്നും കൃത്യതയാർന്ന മിസൈലുകളാണ് ഹൈഫയിലെ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഹൈഫയിൽ ഒരു മിസൈൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ 45 മിനിറ്റ് നേരം വൈദ്യുതി തടസ്സമുണ്ടായെന്നും ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചുവെന്നും ഇസ്രായേൽ ഇലക്ട്രിക് കോർ അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ ഹൈഫയിലെ റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ജീവനാഡിയായ സൗത്ത് പാർസിൽ ആക്രമണം ഉണ്ടായത്. ഇറാനിലെ ഗാർഹിക ഉപഭോഗത്തിന്റെ 70% സൗത്ത് പാർസിലെ വാതകപാടത്തിൽ നിന്നാണെന്നിരിക്കെയാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. പിന്നാലെ ഖത്തറിലെ റാസ് ലഫാൻ ഇറാൻ ആക്രമിച്ചു. നികത്താനാവാത്ത നഷ്ടമാണ് റാസ് ലഫാനിൽ ഉണ്ടായതെന്ന് ഖത്തർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടെ ജെറുസലേമിലെ ഇറാൻ കനത്ത ആക്രമണം തുടരുകയാണ്. 2 മണിക്കൂറിനിടെ 3 മിസൈലുകളാണ് ജെറുസലേം ലക്ഷ്യമിട്ടതെന്നും ഇതോടെ മധ്യ ഇസ്രയേലിലും ജെറുസലേമിലെങ്ങും അപായ സൈറണുകൾ മുഴങ്ങിയെന്നും പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേമിൽ നിന്ന് ഉഗ്രസ്ഫോടന ശബ്ദം ഉയർന്നതായി BBC സ്ഥിരീകരിച്ചിട്ടുണ്ട്.